അതെ, എല്ലാവരും എന്നാ പറയണു, മദേഴ്സ് ഡേ ഒക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊരു ഓഫർ കിട്ടിയപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ ഞാൻ. മറ്റൊന്നുമല്ല, അടുക്കളയിൽ നിന്ന് ഒരു ദിവസത്തെ മോചനം കിട്ടുമല്ലോ എന്നോർത്ത്. ഞാൻ ആലോചിക്കുമായിരുന്നേ, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ ആഘോഷങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ടല്ലേ. പണ്ടൊക്കെ ഈ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ ഇത്രയും ആഘോഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനില്ല കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മമ്മി എന്നും ജോലിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുനാളിൽ മമ്മി ഇങ്ങനെ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വലിയ വായിൽ മമ്മി പോണ്ട എന്നും പറഞ്ഞ് കരയൂ കേട്ടോ. അന്ന് എൻ്റെ മമ്മി കണ്ണ് തുടച്ച് എത്ര വിഷമത്തോടെയായിരുന്നു പോയിരുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അന്ന് അങ്ങനെ വലിയ വായിൽ ഓളിയിട്ട് കരയണ്ടായിരുന്നു എന്ന്. കാരണം ഇന്ന് എൻ്റെ മക്കൾ ഞാൻ ജോലിക്ക് പോകുമ്പം അവരുടെ കണ്ണ് നിറഞ്ഞല്ലെങ്കിൽ അവർ വിഷമിച്ചിരിക്കുന്ന കാണുമ്പം എത്രമാത്രം വേദനിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, എത്ര നേരം ആ വേദന എൻ്റെ മനസ്സിലുണ്ടാവും എന്നുള്ളത് ഓർക്കുമ്പം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എൻ്റെ മമ്മി അന്ന് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ഓരോ കാലങ്ങൾ, ഓരോ സാഹചര്യങ്ങൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരൂലേ. നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മാറും, പക്ഷേ നമ്മുടെ അമ്മ നമുക്ക് എന്നും അമ്മ തന്നെയായിരിക്കും. അവർ കഷ്ടപ്പെട്ട നാളുകളും അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും ഒക്കെ ഓർക്കാനായിട്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു മദേഴ്സ് ഡേ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ വായ്ത്താളം അടിക്കുമെങ്കിലും അമ്മയെ കണ്ടു കഴിയുമ്പോൾ മിക്കവാറും അടിയായിരിക്കും എല്ലാ മക്കളും അല്ലേ. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സോൺ അതാണ്. അവരുടെ അടുത്ത് നമുക്ക് നമ്മുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും പുറത്ത് കാണിക്കാൻ പറ്റുന്നൊരിടയാണല്ലേ. ഞാൻ എൻ്റെ മമ്മീനെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പം ഞാൻ ചിലപ്പോൾ ഓർക്കുവേ, എൻ്റെ മമ്മി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ തമ്മി കണ്ട അപ്പം ഞങ്ങൾ അടിയും തുടങ്ങും. അതും ഒരു പ്രത്യേകതര സ്നേഹമല്ലേ. അത് അമ്മയും മക്കൾക്കും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, വേറെ ആർക്കും മനസ്സിലാവത്തില്ല. ഈ ലോകത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നമുക്കെതിരെ നിന്നാലും നമ്മളെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള രണ്ടുപേരാണ് നമ്മുടെ അപ്പനും അമ്മയും അല്ലേ. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമേ ഉള്ളൂ നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നത്. അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ഓർത്ത് വിഷമിക്കാന്നല്ലാതെ മറ്റൊന്നും പറ്റത്തില്ലല്ലോ. അവർ കൂടെയുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ്ണകാലം. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഉണ്ടാവും. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.